ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോ ഒരു സദ്യക്കൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു മാങ്ങ അച്ചാറിൻ്റെതാണ്. അപ്പോൾ ഞാൻ മാങ്ങ നല്ലപോലെ കഴുകി തുടച്ചെടുക്കട്ടെ. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇത് തോത്താപ്പൂരി എന്നുള്ള പേരുള്ള ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാങ്ങയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഞാൻ കൊണ്ടുവന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇടാൻ പോകും. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കും. ഇതേപോലെ ഇങ്ങനെ സൈഡിൽ ഹോൾസ് ഉള്ള പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ചോറ് വാർക്കുന്ന പാത്രം, ഡ്രെയിനറില്ല, അതായാലും മതി. അതെനിക്ക് യൂസ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തില്ല. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഹോൾസ് ഉള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുത്താൽ നമ്മുടെ മാങ്ങയിൽ നിന്നും ഊറി വരുന്ന ഈ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർക്കുമ്പോൾ മാങ്ങയിലുള്ള പുളിയെല്ലാം നല്ലതുപോലെ ഇറങ്ങി വരും. ആ പുളിയെല്ലാം ഈ അടിയിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ ഹോൾസ് വഴി വെളിയിലേക്ക് വരുന്നതാണ്. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് 4-5 മണിക്കൂർ ഇങ്ങനെ വെക്കണം, എങ്കിലേ ഇതിൽ മുഴുവൻ പുളിയും ഇറങ്ങി വരത്തുള്ളൂ. ഇനി ഇത് നല്ലപോലെ അടച്ചു വെച്ച് അവിടെ ഇരിക്കട്ടെ. ഇനി 4-5 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് അച്ചാറിടാം. അരിഞ്ഞു വെച്ച മാങ്ങയെല്ലാം 4-5 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിരിക്കുക. ഇതിലെ പുളിയെല്ലാം നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചരിച്ചാൽ തന്നെ നമുക്ക് കാണാം പുളിയെല്ലാം ഊറി പുളി വീഴുന്നുണ്ട് നല്ലതുപോലെ. പുളിയെല്ലാം നല്ലപോലെ ഊറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടുള്ള വീഡിയോ കാണിക്കാം. ആദ്യമേ തന്നെ നമ്മൾ താളിപ്പിനുള്ളതും കുറച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും അതെല്ലാം അരിഞ്ഞിട്ട് കൊണ്ടുവരാം. അതിനുശേഷമുള്ള വീഡിയോ കാണിക്കാം. ഇപ്പോൾ ഞാൻ അച്ചാറിനേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിന് ഈ ഗ്യാസ് ചൂടാക്കി അതിലേക്ക് വെച്ച് ചെറുതായി ഒന്ന് മുരിച്ചെടുത്ത് അതിലേക്ക് കടുക് കൂടി പൊട്ടിച്ചെടുക്കാം. നമ്മൾ എണ്ണയ്ക്കിടുന്ന കടുകെല്ലാം പൊട്ടുന്നുണ്ട്. വെളുത്തുള്ളിയുടെ എല്ലാം നിറമെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങയിൽ ആദ്യമേ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതുകൊണ്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ആവശ്യത്തിനുണ്ട്. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി. ഇതിൻ്റെ എല്ലാം കൂടെ പച്ചമുളക് ഒന്ന് മാറിക്കഴിയുമ്പോൾ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് ആറിയ ശേഷം മാത്രമേ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചുമ്മാ തന്നെ വാരി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പുളിയെല്ലാം ഇറങ്ങിയതുകൊണ്ട് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ തോന്നും. പുളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നുണ്ട്. ഞാനപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കും. ചാറിയിട്ടേ മാങ്ങ ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ അച്ചാറിന് വേണ്ടി തയ്യാറാക്കി വെച്ച ആ മിശ്രിതം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഉപ്പ് നോക്കണം. ഉപ്പില്ല എങ്കിൽ നമ്മുടെ പാകത്തിന് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.